ഇത് ഇന്ത്യയാണ്. 140 കോടി ജനങ്ങളുടെ ഇന്ത്യയാണ്, അല്ലാണ്ട് നിന്റെ തന്തേൻ്റെ വകയല്ല അത്. അതാദ്യം മനസ്സിലാക്കിക്കോണം. ഒരാളുടെയും തന്ത്രയുടെ വകയല്ല ഇന്ത്യ എന്ന മഹാരാജ്യം. ഇത് ഞങ്ങളുടെ അവകാശപ്പെട്ടാണ്. നിങ്ങളെ ഭരിക്കാൻ ഏൽപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അതിച്ചിട്ട് ഞങ്ങൾ ഇത് ലോറി ഡ്രൈവർമാരെ മാത്രം പ്രശ്നമല്ല, ജനങ്ങളുടെ എല്ലാവരെയും പ്രശ്നമാണ്. ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുള്ള എല്ലാവരുടെയും പ്രശ്നമാണിത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. അതായത് ഇപ്പൊ നിർത്തലാക്കി എന്ന് പറയുമ്പോൾ നാളെ ഈ സാധനം വരുമ്പോൾ ആവശ്യമില്ലാതെ മനുഷ്യനെ കുരുക്കിലേക്ക് കൊണ്ടെത്തിക്കുന്ന നിയമങ്ങൾ കൊണ്ടേ വെക്കുന്ന ഏറ്റവും വൃത്തികെട്ട പോലീസുകാരാണ് മഹാരാഷ്ട്രയിലുള്ളത്. ഏറ്റവും വൃത്തികെട്ട ഇൻട്രി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കയ്യിൽ നിന്ന് 1000, 1500, 3000 പോലീസുകാർ പിരിച്ചു പോയിട്ടിരിക്കും മഹാരാഷ്ട്ര. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയാണ് ഞങ്ങൾക്ക്. എന്ന മഹാരാജ്യം ചലിക്കുന്നതിന് ഞങ്ങളെമാരെല്ലാം രാവും പകലും കഷ്ടപ്പെടുന്ന ഡ്രൈവർമാർ കാരണം കൊണ്ടാണെന്നുള്ളത് അമിത്ഷാ നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലതാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ബില്ല് പാസ്സാക്കുന്നത്? അല്ല, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഓരോ ബില്ലുകൾ പാസ്സാക്കുന്നത്? ഇവർക്ക് ഈ ഭരിക്കുന്ന കുറച്ച് ആളുകൾക്ക് വട്ടാണോ അതോ ജനങ്ങളെ കഴുതകളാക്കുന്നതാണോ? അതായത് ഇവർക്ക് അല്ല, എന്റെ ചോദ്യം കേട്ടോ, ഇതുവരെ വീണ്ടും കൊണ്ടുവരുന്നേ. ഇത് കൊണ്ടുവരും. ഇവരുടെ സംഭവം തന്നെ ആദ്യം ഈ കൊണ്ടുവന്ന് മനുഷ്യനെ ചർച്ച ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. കാര്യം എന്താ വെച്ചാൽ ചർച്ച ചെയ്യപ്പെട്ടാൽ മാത്രമേ ഭരണനേട്ടം കോട്ടം എന്താന്നുള്ളത് അറിയാണ്ടിരിക്കുള്ളൂ. ഒരാളുടെ മേലെ വണ്ടി തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വാഭാവികമായിട്ട് ഈ ഡ്രൈവർമാരുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്യ സംസ്ഥാനങ്ങളാണെങ്കിലും ശരിക്കും അവരെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലും. അപ്പൊ അത്തരം രീതിയിലേക്ക് ശരിക്കും പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ എസ്കേപ്പ് ആവാണ് സ്വാഭാവികമായിട്ട് പതിവ്. കാര്യം എസ്കേപ്പ് ആയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പോയി. ജനങ്ങൾ ഞങ്ങളെ തല്ലിക്കൊല്ലും. അതിന് ഇല്ല എന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ഉറുപ്പിന്റെ വില വരുന്ന സാധനം വണ്ടിന്റെ ഉള്ളിൽ. ആർക്ക് വേണ്ടിയിട്ട് ഈ നിയമം കൊണ്ടുവരുന്നത്? ഈ നിയമം പാസ്സാക്കുന്ന ഇത്തരം രീതിയിലേക്കുള്ള നിയമം പാസ്സാക്കുന്ന ഭരണാധികാരികൾ കഴുതകളാണോ എന്ന് എന്റെ ചോദ്യം. അതായത് വേറെ വിഷയമുണ്ട്. അതായത് ഒരു മനുഷ്യൻ ആവശ്യമില്ലാത്ത നിയമങ്ങൾ പാസ്സാക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ കുറേ ചർച്ചകൾ നടത്തുക. തൊട്ടാൽ ശരിക്കും വിവരറിയും. അവരെ തൊട്ട് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ അടുത്ത ഇലക്ഷനിൽ ശരിക്കും 100% അവർ പണി തരും. കാര്യം അത്രയേറെ ആളുകൾ ശരിക്കും അത്രയേറെ പ്രസ്ഥാനത്തിൽ അത്രയേറെ ആളുകൾ ഇവിടെ ഉണ്ട്. അത്രയേറെ കുടുംബങ്ങൾ നിങ്ങൾ പോലും നോക്കാത്ത രീതിയിലേക്ക് അത്രയേറെ കുടുംബങ്ങളെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ പ്രസ്ഥാനം വെച്ച്. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ഡിസംബറിൽ ഒരു വലിയൊരു കുരുക്കിട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. എല്ലാ ഡ്രൈവർമാർക്കും വലിയ കുരുക്കാണ്, ചെറിയ കുരുക്കല്ല. അപ്പോൾ വല്ലാത്ത രീതിയിലേക്കുള്ള കുരുക്കിട്ട് വെക്കുമ്പോഴും പൊതുജനം ചർച്ച ചെയ്യപ്പെടാത്ത സമയത്ത് ലോറി ഡ്രൈവർമാർ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധം ഉണ്ടാകുകയും അതേ തുടർന്ന് കുറച്ചു കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള കണ്ടീഷനിലേക്ക് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ആ നിയമം കുറച്ചു കാലത്തേക്ക് 2 വർഷ പീരീഡിലേക്കാണ് മാറ്റിവെച്ചത് എന്നുള്ളതാണ് അറിവ്. അപ്പോൾ ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കുരുക്കാണ്, ചെറിയ കുരുക്കല്ല. ഇൻഷുറൻസ് കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ശരിക്കും സാധാരണക്കാരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ റഹീംക്കയാണ് നമ്മുടെ കൂടെയുള്ളത്. റഹീംക്ക, എന്തായിരുന്നു ആ നിയമം ഒന്ന് പറയാം? നിങ്ങൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചതല്ലേ? അതായത് ഞാൻ റഹ്മാൻ പത്രിപ്പാലായിട്ടല്ല വന്നിരിക്കുന്നത്. ഇന്ത്യൻ ലോകമൊത്തായി ഞങ്ങൾ അറിയപ്പെടുക ഡ്രൈവർ എന്നുള്ള പേരിലാണ്. केरला से ड्राइवर बात करता हूँ, अमित शाह के बात करता हूँ. आपका ये कानून है, कितना गलती में आप बनाया हम बताना मानते हैं. हमारा देश में, हमारा स्टेट में, हमारा लैंग्वेज में हम बात करता हूँ. थोड़ा मलयालम में बात करेगा, सब लोग का बताएगा. 2023 ഡിസംബറിൽ 104(1)(2) നിയമം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ എല്ലാ ഡ്രൈവർമാരെയും ബാധിക്കുന്ന ഒരു നിയമമാണ്. ആ നിയമം, ആദ്യത്തെ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഡ്രൈവറും, അതായത് ഞങ്ങൾ നാഷണൽ പെർമിറ്റ് ലോറി ഡ്രൈവർ എന്നുള്ള ഒരു മുൻഗണന മാറ്റി വെച്ചിട്ട് ഇന്ത്യയിലുള്ള എല്ലാ ഡ്രൈവർമാർക്കും ആനടിക്കുന്ന നിയമമായിട്ടാണ് ഈ നിയമത്തിനെ കരിനിയമമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളതും എൻ്റെ സഹപ്രവർത്തകരും കണ്ടിട്ടുള്ളത്. ഈ നിയമത്തിനെ മറികടക്കാൻ വേണ്ടി ഞങ്ങൾ സമരം ആഹ്വാനം ചെയ്യുകയും സമരം നോർത്ത് ഇന്ത്യയിൽ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ജമ്മു, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എല്ലാ സംസ്ഥാനങ്ങളിലും സമരം വ്യാപകമായി റോഡ് ഉപരോധവുമായിട്ട് മുന്നോട്ട് പോയത് ആ സംസ്ഥാനത്തിലത്തെ ആഭ്യന്തരം ഭരിക്കുന്ന മന്ത്രിമാർ അതിൽ കേന്ദ്ര സർക്കാരിനോട് അതിൻ്റെ വിയോജിപ്പ് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ കേരളത്തിലുള്ള ഓണേഴ്സുകളോ ഡ്രൈവർ സംഘടനകളോ ഇതിനെ പറ്റിയിട്ട് യാതൊരു ശബ്ദവും ഉയർത്തിയിട്ടില്ല. ആ നിയമം എന്താണെന്നുള്ളത് ജനങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അതായത് ഒരു വണ്ടി ഓടിക്കുന്ന, ഒരു സ്കൂട്ടർ ഓടിക്കുന്നവനും, ഒരു കാർ ഓടിക്കുന്നവനും, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവനും, ഒരു ലോറി ഓടിക്കുന്നവനും, റോട്ടിൽ വണ്ടി എടുത്ത് ഓടിക്കുന്ന ലൈസൻസ് ഉള്ളവൻ പേര് ലോകം മുദ്ര കുത്തിയിട്ടുള്ളത് ഡ്രൈവർ എന്നുള്ളതാണ്.
ആ ഡ്രൈവറിൻ്റെ കയ്യിൽ നിന്ന് ഒരബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 104(1)(2) നിയമത്തിൽ ആദ്യത്തെ നിയമം ഉണ്ടായിരുന്നത് ഒരു വണ്ടി ആക്സിഡൻ്റായി അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ ഡ്രൈവർ എന്ന നിലക്ക് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഉത്തരവാദിത്തം ആ ഡ്രൈവറിനാണ്. ഏത് വണ്ടിയാണോ തട്ടിക്കണെന്ന് വെച്ചാൽ ആ ഡ്രൈവറിനാണ് അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്തം. അത് നമ്മളെ സംസ്ഥാനങ്ങൾ, അതായത് ഞാൻ ഇന്ന് കേരളത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ കേരളത്തിലാണിത് സംഭവിച്ചെങ്കിൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും വണ്ടി തട്ടി ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അവരിനെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് അന്യ സംസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവനും വണ്ടിയിൽ കയറ്റുന്ന സ്വത്തുക്കളുടെയും അതിൻ്റെ വരുന്ന വിലയും എത്രയാണോ നോക്കിയിട്ട് ചിലപ്പോൾ ഞങ്ങൾ ഓടി രക്ഷപ്പെടാറുള്ള സ്റ്റേഷനിലേക്കാണ്. ചില മോശപ്പെട്ട ഡ്രൈവർമാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. വണ്ടി തട്ടിയാൽ നിർത്താണ്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിനും കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ നിയമത്തിൽ അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ശിക്ഷ എന്ന് പറയുന്നത് 2 വർഷം തടവും 6000 രൂപ പിഴയും ഇല്ലെങ്കിൽ 1500 രൂപ പിഴയുമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ ഈ നിയമം ആക്ടിവേഷൻ ആയിക്കഴിഞ്ഞാൽ 10 വർഷം തടവും ഇല്ലെങ്കിൽ 7 ലക്ഷം രൂപ പിഴയും കട്ടണം പറഞ്ഞിട്ടാണ് ഈ നിയമം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നിയമത്തിനെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി എതിർക്കുകയും ആ നിയമം ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്. അതായത് താൽക്കാലികം നിർത്തിവെക്കുന്നു എന്ന് പറയുന്നത് 2026 ഇലക്ഷൻ കണ്ടിട്ടാണ് അത് നിർത്തിവെച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ ചോറ് വഹിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ നിയമം ആക്കിയിട്ടുണ്ട്, പക്ഷെ നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളൊരു വാഗ്ദാനം ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനങ്ങൾ ഈ നിയമം പാലിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട ചില കാര്യങ്ങൾ സംസ്ഥാനത്തിനോടും കേന്ദ്ര സർക്കാരിനോടും 140 കോടി ജനങ്ങളോടും ഒരു ഡ്രൈവർ എന്ന നിലക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ബില്ലിനെ ഞങ്ങൾ എതിർക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ തുറന്ന് പറയണം. ഒന്ന് വന്നിട്ട് രാത്രി കാലങ്ങളിൽ നമ്മളെ സംസ്ഥാനത്ത് വരുമ്പോൾ ലോറിക്കാർക്ക് പട്ടി ബിസ്ക്കറ്റും കട്ടൻ ചായയും തന്നിട്ട് ഉറങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് ഓടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സൗകര്യം ചെയ്ത് തരുന്ന ഉദ്യോഗസ്ഥന്മാരിനോടും MPDമാരിനോടും പോലീസുകാരനോടും പബ്ലിക് തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരിനോടുമാണ് ഞങ്ങൾക്ക് ചോദ്യം. പകൽ കാലങ്ങളും ഞങ്ങൾക്ക് കടന്നുറങ്ങാൻ കേരളത്തിൽ എവിടെയാണ് ഞങ്ങൾക്കൊരു അവകാശത്തോടെ കടന്നുറങ്ങാനുള്ള സ്ഥലം നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ച് തരണം. കാരണം ഇതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. പാലക്കാട് 2022 ഒരു ബസ് അപകടം ഉണ്ടായപ്പോൾ അന്ന് നിങ്ങളൊക്കെ ആ ഡ്രൈവർ ഉറങ്ങിയിട്ടില്ല, ഉറക്കം കൊണ്ട് വന്നിട്ട് സംഭവിച്ച ആക്സിഡൻ്റാണ് 12 മരണം സംഭവിച്ചപ്പോൾ ആ ഡ്രൈവറിനെ നിങ്ങൾ മുദ്ര കുത്തിയപ്പോൾ അതേ സ്ഥാനത്ത് ഇന്ന് ഞങ്ങളുടെ അവസ്ഥയും ഇതുപോലെ തന്നെയല്ലേ നാളെ വരുന്നത്. അപ്പം ഞങ്ങൾ ഈ 10 ലക്ഷം രൂപ എടുത്തിട്ട് 10 വർഷം ഞങ്ങൾ തടവിലേക്ക് പോവുകയാണോ വേണ്ടത്? 7 ലക്ഷം രൂപ ഞങ്ങൾക്ക് കെട്ടിയിട്ട് എങ്ങനെയാണ് ഞങ്ങൾ ഈ ജീവിതം ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അപ്പോൾ ഞാൻ പറയുന്നത് ഒരാളുടെ മേലെ വണ്ടി തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വാഭാവികമായിട്ട് ഈ ഡ്രൈവർമാരുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്യ സംസ്ഥാനങ്ങളാണെങ്കിൽ ശരിക്കും അവരെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലും. അപ്പോൾ അത്തരം രീതിയിലേക്ക് ശരിക്കും പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ എസ്കേപ്പ് ആവാണ് സ്വാഭാവികമായിട്ട് പതിവ്. കാര്യം എസ്കേപ്പ് ആയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പോയി. ജനങ്ങൾ ഞങ്ങളെ തല്ലിക്കൊല്ലും. അതിന് ഇല്ല എന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ഉറുപ്പിന്റെ വില വരുന്ന സാധനമായിരിക്കും വണ്ടിന്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അത് അടിച്ചുകൊണ്ട് പോകും. അതായത് കേരളത്തിൽ പൊതുവെ ആളുകൾ ശരിക്കും തട്ടിക്കഴിഞ്ഞാലൊക്കെ ശരിക്കും കൊണ്ടുപോകാനൊക്കെ ആളുകളുണ്ട്. പക്ഷെ കേരളം വിട്ടാലുള്ള സംഭവം വളരെ ദയനീയമാണ് എന്നാണ് പറയുന്നത്. അതായത് കേരളത്തിൽ ഇപ്പോൾ ഇതിന്റെ അടക്ക് നമ്മളെ കണ്ണൂർ ജില്ലയിൽ വെച്ചിട്ട് ഒരു ബസ് ഡ്രൈവർ വണ്ടിനെ തട്ടി പറഞ്ഞിട്ട് പിന്നാലെ ഓടി തല്ലിയപ്പോൾ ആ ഡ്രൈവർ ട്രെയിൻ വരുന്നത് നോക്കാണ്ട് ട്രെയിൻ മുറിച്ച് കിടക്കുമ്പോൾ ട്രെയിൻ ഇടിച്ച് മരണപ്പെട്ടു. അതെ. എന്തിനാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കാം. അതായത് ഈ സർക്കാരുകളെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കണമല്ലോ. അതായത് ഈ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവരുന്നത്? ഈ നിയമം പാസ്സാക്കുന്ന ഇത്തരം രീതിയിലേക്കുള്ള നിയമം പാസ്സാക്കുന്ന ഭരണാധികാരികൾ കഴുതകളാണോ എന്ന് എന്റെ ചോദ്യം. അതായത് വേറെ വിഷയമുണ്ട്. അതായത് ഒരു മനുഷ്യൻ ആവശ്യമില്ലാത്ത നിയമങ്ങൾ പാസ്സാക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ കുറേ ചർച്ചകൾ നടത്തുക, ആവശ്യമില്ലാത്ത രീതിയിലേക്ക് മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യന്മാരെ കഷ്ടപ്പെടുത്തി. ഇപ്പോൾ ലോറി ഡ്രൈവർമാരെ തൊട്ടാ ശരിക്കും വിവരം അറിയും. അത് ശരിക്ക് സർക്കാരുകൾ മനസ്സിലാക്കിയാൽ നല്ലത്. അതായത് ലോറി ഡ്രൈവർമാരെ തൊട്ടാ ശരിക്കും വിവരം അറിയും. അവരെ തൊട്ട് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ അടുത്ത ഇലക്ഷനിൽ ശരിക്കും 100% അവർ പണി തരും. കാര്യം അത്രയേറെ ആളുകൾ ശരിക്കും അത്രയേറെ പ്രസ്ഥാനത്തിൽ അത്രയേറെ ആളുകൾ ഇവിടെ ഉണ്ട്. അത്രയേറെ കുടുംബങ്ങൾ നിങ്ങൾ പോലും നോക്കാത്ത രീതിയിലേക്ക് അത്രയേറെ കുടുംബങ്ങളെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ പ്രസ്ഥാനം വെച്ച്. 140 കോടി ജനങ്ങളിൽ 85% ഡ്രൈവർ ജോലി ചെയ്ത് ജീവിക്കുന്ന അല്ല, ഇത് സാധാരണ ലോറി ഡ്രൈവർമാരുടെ പ്രശ്നം മാത്രമല്ല, എല്ലാവരുടെയും പ്രശ്നമാണ്. ഒരു സാധാരണ ഒരാൾ ഇപ്പൊ ഞാൻ പോലും വണ്ടി ഓടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾക്ക് വണ്ടി തട്ടി ഞാൻ എടുത്തു കൊണ്ടുപോകാതെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ജീവൻ ചിലപ്പോൾ അടിച്ചു കൊല്ലാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓടേണ്ടി വരും.
ആ ഓടേണ്ട സാഹചര്യം ഇല്ലാത്ത ലെവലിൽ തന്നെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ സാഹചര്യം ആളുകൾക്ക്, വിവരമില്ലാത്ത ആളുകളുടെ കയ്യിൽ എന്താവും അവസ്ഥ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. അതന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ നിയമം ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഡ്രൈവർമാരിനെ തല്ലുന്നവരുടെ പേരിൽ ഇതേ നിയമം തന്നെ കൊണ്ടുവരണം. കാരണം അവർക്കും ഇതുമാതിരി 10 വർഷം തടവും 7 ലക്ഷം രൂപയും നിയമം വരുത്തുകയാണെങ്കിൽ ഞങ്ങളിത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. കാരണം ഇവിടുന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം 28 സ്റ്റേറ്റിലും കേരളം മാത്രം എന്നും നന്മയോടെ കാണുന്നത് നമ്മൾ കാണണ്ട. ഈ സ്റ്റേറ്റ് വിട്ട് ഒരു മാസത്തിൽ ഞാൻ 14-15 സ്റ്റേറ്റിൽ പോയി വരുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഓരോ സ്റ്റേറ്റിലത്തെയും കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നല്ല ബോധമുണ്ട്. കാരണം ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട പോലീസുകാരാണ് മഹാരാഷ്ട്രയിലുള്ളത്. ഏറ്റവും വൃത്തികെട്ട ഇൻട്രി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കയ്യിൽ നിന്ന് 1000, 1500, 3000 പോലീസുകാർ പിരിച്ചു പേടിക്കും. മഹാരാഷ്ട്ര ഇല്ലാന്നുണ്ടെങ്കിൽ അടിയാണ്. ഞങ്ങൾക്ക് അടിയാണ്. തന്നെ ഇന്ന് മഹാരാഷ്ട്രയിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും ലോറിക്കാർ റോഡ് ഉപരോധിച്ചപ്പോൾ ഇതേ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി. കാരണം ഞങ്ങൾ പത്രം ഒഴിച്ച് ബാക്കി ഒന്നിനും ഞങ്ങൾ കടത്തിവിടാൻ തയ്യാറല്ല. പത്രം എന്ന് പറയുന്നത് ഈ ജനാധിപത്യം എത്രത്തോളം വലുതാണോ അതുപോലെ തന്നെയാണ് പത്രപ്രവർത്തനം. അപ്പോൾ പത്രം മാധ്യമങ്ങൾ എത്തിക്കേണ്ടത് പബ്ലിക്കിൻ്റെ ആവശ്യവുമാണ്. ഞങ്ങളെമാരുള്ള ആൾക്കാരുടെ അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഇപ്പോൾ കർഷക ബില്ല് ആവട്ടെ മറ്റുള്ളതാവട്ടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ബില്ല് പാസ്സാക്കുന്നത്? അല്ല, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഓരോ ബില്ലുകൾ പാസ്സാക്കുന്നത്? ഇവർക്ക് ഈ ഭരിക്കുന്ന കുറച്ച് ആളുകൾക്ക് വട്ടാണോ അതോ ജനങ്ങളെ കഴുതകളാക്കുന്നതാണോ? അതായത് ഇവർക്ക് അല്ല, എന്റെ ചോദ്യം കേട്ടോ, ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 ഒരു അതായത് ഇവർക്ക് ഭരണത്തിൽ കയറണമെങ്കിൽ അതിനുള്ള തുഴ ഇവിടെ കണ്ടുവെത്തണം. അതായത് ഇപ്പൊ ഇവർ ഈ ബില്ലിനെ ജനങ്ങളെ മൊത്തം കുടുക്കിലാക്കുന്ന ഒരു ബില്ല് കൊണ്ടുവന്നിട്ട് എന്താ ഞാൻ പറയുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും ഈ ജനങ്ങളെ മൊത്തം കൊടുക്കാനുള്ള ബില്ല് ശരിക്കും ഇൻഷുറൻസ് കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അതന്നെയാണ് സത്യം. കാരണം ഈ നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വണ്ടി തട്ടിയിട്ട് നിർത്താണ്ട് പോകുകയോ അല്ലെങ്കിൽ ഡ്രൈവർ ഓടി രക്ഷപ്പെടുകയോ ചെയ്താൽ അവനിക്ക് 7 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ 10 വർഷം. അപ്പോൾ ഓൾറെഡി വേറെ വിഷയമുണ്ട്. ഇൻഷുറൻസ് കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനി കിട്ടില്ലല്ലോ. ഇൻഷുറൻസ് കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ഡ്രൈവർ ഇരിക്കുന്ന വീട് വിറ്റിട്ട് വേണം നഷ്ടം. അതെ, അപ്പൊ പക്ഷേ പെനാൽറ്റി ലെവലിലേക്ക് ഈ സാധനം പാസ്സാക്കി കളയും. അപ്പൊ ഇൻഷുറൻസ് കമ്പനി എസ്കേപ്പ് ആവും. ഒന്നാമത്തത് ഒരു കാര്യം പറയാം, റിലയൻസും ഞാൻ പറയാം, റൂട്ട് തന്നെ പറയാം, റിലയൻസും അംബാനി മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ഇൻഷുറൻസ് കമ്പനി ഉണ്ടല്ലോ, ഇവരൊക്കെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പരിപാടി. അതായത് ഇവര് ജനങ്ങളെ, മനുഷ്യനെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് ആ ലെവലിലേക്ക് പണം അടിച്ചു മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ലോറിന്റെ ഇൻഷുറൻസ് പറഞ്ഞാൽ 48,000 തൊട്ടിട്ട് 70,000, 1-10 വരെ ഇൻഷുറൻസ് വരുന്നുണ്ട് ഓരോ വണ്ടികളുടെ ഇൻഷുറൻസ്. ഈ ഇൻഷുറൻസ് അതായത് ഇൻഷുറൻസ് കമ്പനി തന്നെ വക്കീലിന് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വക്കീലിനെ വെക്കേണ്ട ആവശ്യം? വക്കീലിനെ വെക്കുന്നത് അത് കൊടുക്കാണ്ടിരിക്കാൻ പോയി ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വക്കീലിനെ വെക്കുന്നത്. അപ്പോൾ ഈ നിയമം കൂടി വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ പ്രതിയായി, ഞങ്ങൾ പ്രതിയായി കഴിഞ്ഞാൽ പിന്നെ പ്രതിയായി നിങ്ങൾ കുറ്റക്കാരനുമായി. ഈ ഡ്രൈവർ ഓടിക്കുന്ന വണ്ടിന്റെ ഉടമസ്ഥൻ ഇനിയിപ്പോൾ നമ്മളുടെ ഭാഗത്ത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവറിന്റെ ആ വണ്ടിന്റെ ഉടമസ്ഥൻ പറയുന്ന വാക്ക് എന്തായിരിക്കാന്നോ, എന്റെ ഡ്രൈവർ ചെയ്ത തെറ്റിന് ഞാൻ. ഇത് ലോറി ഡ്രൈവർമാരെ മാത്രം പ്രശ്നമല്ലോ, ജനങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നമാണ്. ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുള്ള എല്ലാവരുടെയും പ്രശ്നമാണിത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. അതായത് ഇപ്പൊ നിർത്തലാക്കി എന്ന് പറയുമ്പോൾ നാളെ ഈ സാധനം വരുമ്പോൾ ആവശ്യമില്ലാതെ മനുഷ്യനെ കുരുക്കിലേക്ക് കൊണ്ടെത്തിക്കുന്ന നിയമങ്ങൾ ഡെലിവറി ബോയ്ക്ക് അടക്കം ഉത്തരവാദിത്തമാണ്. കാരണം ഒരു ബൈക്ക് ഓടിക്കുന്നവനിക്കടക്കം ഇത് ബാധിക്കുകയാണ്. കാരണം ഇന്ന് ലോറി തട്ടുകയോ ബസ് തട്ടിക്കഴിഞ്ഞാൽ ബസ്സിന്റെ ഡ്രൈവറിന്റെ അടുത്ത് തെറ്റുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഈ ശിക്ഷ സർക്കാർ വിധിക്കുന്നത്. അതുകൂടാണ്ട് ഇൻഷുറൻസ് കമ്പനി പറയും നിങ്ങളിൽ വന്ന തെറ്റിന് ഞങ്ങൾക്ക് ഇൻഷുറൻസ് തരാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയും. വണ്ടിന്റെ ഉടമസ്ഥ എന്തായാലും പറയും ഞാൻ എന്തിനാണ് ഇൻഷുറൻസ് കൊടുക്കുന്നത്, നിന്റെ ഡ്രൈവർ തെറ്റ് ചെയ്തതിന് ഞാൻ ഉത്തരവാദിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രൈവർ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം സർക്കാരിനോട്. ഇതൊരു കാര്യം നിസ്സാരമായിട്ട് നിങ്ങൾ ആരും കണക്കൂട്ടണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തിനാണ് ഈ നിയമം പിൻവലിക്കുന്നില്ല, ഞങ്ങൾ 2 വർഷം കഴിഞ്ഞിട്ട് ഇത് നടപ്പിലാക്കുള്ളൂ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഇതിൽ ഇടപെട്ടത് എന്തുകൊണ്ടാണ്? കാരണം കർഷക സമരത്തിനെക്കാട്ടിയും ഏറ്റവും വലിയൊരു സമരത്തിലേക്കാണ് ഞങ്ങളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരത്തിലുള്ള ഞങ്ങളുടെ ഉദ്ദേശം സംസ്ഥാനം മൊത്തം പട്ടിണി കടത്തുക എന്നുള്ളത് തന്നെയാണ്. അതിന് യാതൊരു ഡൗട്ടും നിങ്ങൾക്ക് വേണ്ട. കാരണം ഈ നിയമത്തിനെ മറികടക്കണമെങ്കിൽ ഈ സംസ്ഥാനത്തിന് ബാധിക്കണം. ഈ സംസ്ഥാനത്തിന് ബാധിക്കണമെങ്കിൽ ലോറികൾ സംസ്ഥാനത്തേക്ക് വരാണ്ടിരിക്കണം. അതിരൂക്ഷമായ വിലക്കയറ്റം വരും. അതിരൂക്ഷമായ വിലക്കയറ്റം വന്ന് ആഭ്യന്തരമന്ത്രി ഇടപെടും, പിണറായി വിജയൻ ഇടപെടണം. ഇടപെട്ടിട്ട് ഞങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ അറിയിപ്പിക്കണം. ആ ബില്ലിൽ ഭേദഗതി വരുത്തണം. ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കഷ്ടം എന്താണെന്നുള്ളത് ജനങ്ങളെ ഞങ്ങൾ അറിയിപ്പിക്കും. ഇത് ഒരു ഡ്രൈവറായിട്ട് സംസാരിക്കുന്നതാണ്, ഒരു വണ്ടിൻ്റെ ഓണറായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്.
ഇതിൻ്റെ യഥാർത്ഥ ഗൗരവം നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് എന്താണ് സത്യം എന്നുള്ളത് നിങ്ങളൊന്ന് അറിയണം. ഒരു മാധ്യമങ്ങളും ഇത് പുറത്തേക്ക് കൊടുത്തിട്ടില്ല. അല്ല, കേന്ദ്ര സർക്കാരിന്റെ പൊതുവെ കേന്ദ്ര സർക്കാരിന്റെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ കഷ്ടപ്പെടുത്തുന്ന നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. സർക്കാർ എന്ന് അല്ല, കേന്ദ്ര സർക്കാരിന്റെ ഒരു നിയമം ഒന്ന് കർഷക ബില്ല് അത് കിടക്കട്ടെ ഒരു ഭാഗം. ഇതൊക്കെ ആവശ്യമില്ലാത്ത ലെവലിൽ ചർച്ച ചെയ്യുന്നില്ല. ഇവർക്ക് ബോധമില്ലേ, വിവരമില്ലേ, മണ്ടന്മാരാണോ പൊട്ടന്മാരാണോ എന്ന് എന്റെ ചോദ്യം. സാധാരണ ഒരു മനുഷ്യനറിയാം ഇൻഷുറൻസ് ഉണ്ട്, എന്തിനാണ് ഈ നിയമങ്ങൾ പുതുക്കണേ? ഇപ്പൊ ഒരു നിയമം ഉണ്ട് ശരിക്കും. ഇപ്പൊ ആ നിയമത്തിന് എന്താ കുഴപ്പമുള്ളത്? ഈ പോലീസുകാർ തന്നെ അന്യ സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ എൻട്രി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇവരിത്രയും സത്യസന്ധമായിട്ട് നിയമം പാസ്സാക്കണേ. അതൊരു ഉപകാരമുള്ള ഒരു ബില്ല് പാസ്സാക്കണം. എങ്ങനെ വേണം? ഒരു വണ്ടിൻ്റെ ഇൻഷുറൻസും ടെസ്റ്റും ടാക്സും എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ ആ വണ്ടിക്ക് ഇ ബില്ല് പാസ്സാക്കിയാൽ മതി. ആ വണ്ടിൻ്റെ പാസിങ് എത്ര ലോഡ് വെച്ചാൽ എത്ര ടണ്ണെന്ന് വെച്ചാൽ ആ ടണ്ണ് പാസ്സാക്കിയാൽ മതി. അപ്പോൾ ഓവർലോഡ് കയറില്ല. ആ വണ്ടിക്ക് ലോഡ് കയറണമെങ്കിൽ എല്ലാ പേപ്പറും പെർഫെക്റ്റ് ആയാലാണ് ലോഡ് കയറുള്ളൂ. അപ്പോൾ ഈ വഴിയിൽ കടന്നിട്ട് ചെക്ക് ചെയ്യുന്ന ആവശ്യങ്ങളില്ലാണ്ടാവും. ഈ വഴി കിടന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യം പറയട്ടെ. അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ കൊള്ളയടിക്കുക ജനങ്ങളെ, അത് പറയേണ്ടതുണ്ട്, അത് വേറെ വിഷയം. അതിലപ്പുറത്തേക്ക് ജനങ്ങളെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയാൽ ശരിക്കും നിങ്ങൾക്ക് വിവരം അറിയും എന്ന് തന്നെയാണ്. ഇത് സാധാരണ ഒരു ബില്ല് തൊട്ട് കളിക്കുന്ന രീതിയിലേക്ക് ആവത്തില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഡ്രൈവർമാരെ തൊട്ട് കളിക്കുന്ന രീതി വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പോകും. എന്ന മഹാരാജ്യം ചലിക്കുന്നതിന് ഞങ്ങളെമാരിലെ രാവും പാവലും കഷ്ടപ്പെടുന്ന ഡ്രൈവർമാർ കാരണം കൊണ്ടാണെന്നുള്ളത് അമിത്ഷാ നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലതാണ്. നിങ്ങളുടെ കസാല ഇളകിയത് കാരണം കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ബില്ല് 2 വർഷം ഇല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെക്കപ്പോൾ പാസ്സാക്കി. ഇതുവരെ വീണ്ടും കൊണ്ടുവരുന്നേ, ഇത് കൊണ്ടുവരും. ഇവരുടെ സംഭവം തന്നെ ആദ്യം ഈ കൊണ്ടുവന്ന് മനുഷ്യനെ ചർച്ച ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കാര്യം. എന്താ വെച്ചാൽ ചർച്ച ചെയ്യപ്പെട്ടാൽ മാത്രമേ ഭരണനേട്ടം കോട്ടം എന്താന്നുള്ളത് അറിയാണ്ടിരിക്കുള്ളൂ. ഈ കേന്ദ്ര സർക്കാർ ഈ ബില്ലിനെ ഇനി കൊണ്ടില്ല എങ്ങനെയാണെന്നറിയോ? ഇവർ ഇനി ഇവിടെ പരാജയപ്പെട്ടതിനെ ഈ ബില്ലിനെ പാസ്സാക്കാൻ വിടും. ജയിച്ചു കഴിഞ്ഞാൽ ഇവർ പാസ്സാക്കില്ല. കാരണം ഇവർക്ക് വോട്ട് നൽകി കഴിഞ്ഞാൽ ഞങ്ങളിത് പാസ്സാക്കൂല എന്നുള്ള ഇവരുടെ അണിയറയിൽ തന്നെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ജയിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ബില്ല് ഞങ്ങൾ പാസ്സാക്കൂല എന്നുള്ള ഭീഷണിപ്പെടുത്തില്ല. ഇത് കേരളമാണ്, ഇത് ഇന്ത്യയാണ്, 140 കോടി ജനങ്ങളുടെ ഇന്ത്യയാണ്. അല്ലാണ്ട് നിന്റെ തന്തേൻ്റെ വകയല്ല അത്. അതാദ്യം മനസ്സിലാക്കിക്കോണം. ഒരാളുടെയും തന്ത്രയുടെ വകയല്ല ഇന്ത്യ എന്ന മഹാരാജ്യം. ഇത് ഞങ്ങളുടെ അവകാശപ്പെട്ടാണ്. നിങ്ങളെ ഭരിക്കാൻ ഏൽപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അതിച്ചിട്ട് ഞങ്ങൾ 140 കോടി ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള കഴിവൊന്നും താങ്കൾക്ക് വേണ്ട. അതൊക്കെ താങ്കളുടെ വളർന്ന താടി മാത്രമേ വളരുള്ളൂ. അല്ലാണ്ട് ഇന്ത്യ 140 കൊല്ലം കൊണ്ട് വളരും, ഇല്ലെങ്കിൽ 40 കൊല്ലം കൊണ്ട് ഇന്ത്യ വളരും എന്നല്ലാണ്ട്. അപ്പോൾ എന്തായാലും പറയാം, ഈ ഒരു നിയമമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും 100% എന്താണ് പണി ജനങ്ങൾ നല്ല എഴുതാൻ തരും. ലോറിക്കാരും ബസ്സുകാരും പറയുമ്പോ KSRTC ഡ്രൈവർമാരും എല്ലാവരും സുരക്ഷിതമാണെന്ന് കരുതണ്ട. എല്ലാവരും നിയമത്തിൽ ഇത് കൊടുത്തിരിക്കുന്ന ആഭ്യന്തരമന്ത്രിയായ അമിത്ഷയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഗതാഗത വകുപ്പ് മന്ത്രിയായ നിതിൻ ഗഡ്കരി അല്ല കൊടുത്തിരിക്കുന്നത്. അമിത്ഷാ കൊടുക്കുന്നത് ആഭ്യന്തര വകുപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കേസാണ്. ഇത് കോടതി മുഖാന്തരം നടക്കുന്ന നിയമമാണ്. ഈ നിയമത്തിനെ അടിച്ചേൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഡ്രൈവറിൻ്റെ പവർ എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നാളെ കേരളത്തിൽ ഇതൊരു പട്ടിണി ഞങ്ങൾ കടത്താൻ ഇപ്പം തന്നെ നോർത്ത് ഇന്ത്യയിലെ എല്ലാത്തിനും വിലക്കയറ്റം വന്നു. കേരളത്തിലേക്ക് അത് ബാധിക്കാത്തത് എന്തോ കേരളത്തിലുള്ള 3.5 കോടി ജനങ്ങളുടെ ഭാഗ്യം എന്ന് മാത്രമേ ഞാനിപ്പോൾ ഇതിൽ പറയാം. തീർച്ചയായും. അപ്പോൾ ഇത്തരം നിയമങ്ങളൊക്കെ ശരിക്കും വല്ലാത്തൊരു ചോദ്യചിഹ്നമായിട്ട് പല സമയത്ത് നിൽക്കാറുണ്ട്. കാര്യം എന്തിനാണ് നിയമം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ നിയമം സ്വാഭാവികമായിട്ടുള്ള നിയമങ്ങളൊക്കെ അഴിച്ചു പണിഞ്ഞ് വേറെ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് ജനാധിപത്യ നിയമമുണ്ട് ശരിക്കും. ഇന്ത്യൻ ജനാധിപത്യത്തിലൊരു നിയമം എഴുതി വെച്ച് ആ സാധനങ്ങളൊക്കെ അരിച്ചു പെറുക്കി ഒക്കെ ഞങ്ങൾ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നന്ദി, നമസ്കാരം.